സ്കൂളിലും ഓഫീസിലും ജോലിക്കും എന്തിനേറെ പറയുന്നു ലുലുലോ സിനിമയ്ക്കോ പോലും കൃത്യസമയത്ത് പോകുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയണേ, ഞങ്ങൾ ഇതുവരെ ആരും കണ്ടിട്ടില്ല. ഇതിപ്പോ 10 മണിക്ക് എത്തേണ്ട കാര്യം 10:30 ചിന്തിച്ചു തുടങ്ങുന്നവരാണ് നമ്മൾ. പക്ഷെ മൊത്തത്തിൽ ലേറ്റ് വേണ്ടിയാണെങ്കിലും ലേറ്റ് ആവാതെ നടക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഫുഡ് അടി. അതിപ്പോ ലുലുന്നാണെങ്കിൽ വീക്കെൻഡ് ആയതുകൊണ്ട് ഒട്ടും തിരക്കില്ലാത്ത ഹൈപ്പർ മാർക്കറ്റിൽ ഓടി കയറി കഷ്ടപ്പെട്ട് ക്യൂ നിന്ന് ഫുഡ് വാങ്ങി പിന്നെ ക്യൂ നിന്ന് ബില്ലടിച്ച് ഫുഡ് കോർട്ടിൽ പോയിരുന്ന് കഴിക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാ. ബഡ്ജറ്റ് കൂട്ടത്തിൽ കാണാൻ നല്ലതും നല്ല കളറുള്ളതുമായിട്ടുള്ള 2 കറി വാങ്ങി കൂടെ കഴിക്കാൻ കുബൂസ് തന്നെ മതി നയിക്കേണ്ടതിനെ ഒറ്റയ്ക്ക് തീരുമാനത്തെ ഗീതുവിനെ സാക്ഷിയാക്കി ജ്യൂസും ഡെസേർട്ടും 4 ക്രോസോണും വാങ്ങി അതും വാങ്ങി രമ്യ മാതൃകയായി. പിന്നെ ആർക്കും ഒരു ശല്യമാകാതെ ഫുഡ് കോർട്ടിന്റെ ഒത്ത നടുക്ക് തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. പൈസ ഇല്ലാത്തതുകൊണ്ട് ബജറ്റ് ചുരുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ സ്പൂൺ വാങ്ങിച്ചില്ല ഗൈസ്. പറയാതിരിക്കാൻ വയ്യ, ചിക്കനും ബീഫും ഒക്കെ നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. വയറൊക്കെ നിറഞ്ഞ് ഹാപ്പി ആയിരുന്നപ്പോഴാണ് ദേശായി കുടുംബത്തിന്റെ അടുക്കളയിൽ പോലും നേരിട്ടിട്ടില്ലാത്ത വലിയ പ്രശ്നം ഞങ്ങൾ നേരിട്ടത്. ഞങ്ങളാകെ 3 പേർ, ഞങ്ങളുടെ കയ്യിലുള്ളതോ 4 ക്രോസാൻ. പക്ഷേ ഈ എക്സ്ട്രാ ക്രോസാൻ കഴിക്കാനുള്ള വയറൊന്നും നമുക്കില്ല ഗൈസ്. ഈ വലിയ പ്രശ്നത്തിൽ നിന്നും രക്ഷിക്കാൻ ആര് വരും? ഈ ക്രോസാൻ കഴിക്കാൻ അമൃതയ്ക്കാകുമോ? അമൃത എത്തുമോ? അമൃതയോ അല്ല, ആകാംക്ഷയുടെ മുൾമുന്നിൽ നിൽക്കേണ്ട പാർട്ട് 2 കണ്ടു.